എല്ലാവർക്കും നമസ്കാരം. എന്തിനാണ് സന്യാസം പോലുള്ള മാർഗം സ്വീകരിക്കുന്നത്? ഇത് പലരും ചോദിക്കുന്നതാണ്. ഗുരുജി, ഞങ്ങൾ സന്യാസം എടുക്കണോ? ചിലവർക്ക് അതെടുക്കണമെന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് മാറി ഓടുവാനായിട്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ചോദിച്ച് കൺഫേം ചെയ്യുവാണ്. സന്യാസം പോലുള്ള മാർഗം നോക്കൂ, ചിലർ ഈ സാധന ചെയ്യുന്നവർക്കറിയാം. അവരൊരു ഘട്ടം കഴിയുമ്പം അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്നോട് തന്നെ ചോദിക്കും, അങ്ങേ ഞങ്ങൾ ഇത്രമാത്രം സാധനം ചെയ്താൽ മതിയോ എന്നുള്ളത്. നമ്മൾ ഏതൊരു സ്പിരിച്വൽ പ്രോസസ്സിലേക്ക് ഇറങ്ങിയാലും പ്രാരാബ്ധത്തിൻ്റെ പല ഘട്ടങ്ങളെയാണ് നമ്മൾ മറികടക്കുന്നത്. അപ്പം അത് മറികടക്കണമെങ്കിൽ ചില രീതിയിൽ ജീവൻ ചില തലങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കണം. ചിലൊരു ക്ഷേത്രത്തിൽ ധ്യാനത്തിന് വേണ്ടിയിരിക്കും, ക്ഷേത്ര സന്യാസം പോലെ പോവും. ചിലർ ഗുരുവിൻ്റെ സാന്നിധ്യത്തിലിരുന്ന്, ഗുരു ആ ഒരു ജ്യോതിയായി തീർന്നതാണ്. ഗുരുവിൻ്റെ സാമീപ്യം വളരെ അവർക്ക് ഉയർന്ന തലത്തിലേക്ക് പോകാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാധന അഭ്യസിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പ്രാരാബ്ധത്തിൻ്റെ പല ഘട്ടങ്ങളെയും മറികടക്കാൻ പറ്റും. നോക്കൂ, നമ്മൾ സന്യാസം എന്ന് പറയുന്നത് എന്തോ ഒന്ന് ത്യജിക്കുന്നതല്ല. ഭൗതിക കാഴ്ചപ്പാടിലെല്ലാം ഉപേക്ഷിച്ച് അവരെന്തൊക്കെയോ അർത്ഥമില്ലാത്ത ചില കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നു, ഈശ്വരനാകാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള നമുക്ക് തോന്നുക. അത് നമുക്ക് ഭ്രാന്തായതുകൊണ്ട്. സാധാ മനുഷ്യർ നമ്മളെ ആ കണ്ണിൽ കാണുന്നത്, ഈ പ്രപഞ്ചമുണ്ടായ സമയത്തിനെ പോലും നമ്മൾ വിളിക്കുന്നത് ഒരു ഇല്യൂഷൻ എന്നാണ്, ഒരു മായ എന്നാണ്, ഒരു സ്വപ്നം എന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ഈ മായയാണ്, ഒന്നും യാഥാർത്ഥ്യമല്ല. നമ്മൾ ഈ കല്യാണം കഴിക്കുന്നതും വീട് വെക്കുന്നതും കൊച്ചുണ്ടാക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും ഇതൊന്നും യാഥാർത്ഥ്യമേ അല്ല. അതിൻ്റെ അപ്പുറത്തേക്കൊരു യാഥാർത്ഥ്യതയുണ്ട്. ഒരു നിമിഷം നമ്മളും ഈ ജീവ ഊർജം എന്തിനാണ് ശ്രമം നടത്തുന്നതെന്നുള്ളത് നാം ഒന്ന് ഉള്ളിലേക്ക് അറിഞ്ഞാൽ, ഇത് രണ്ടും കൂടി ഒരു വാദപ്രതിവാദം പോലെയാണ് മനസ്സിൻ്റെ ഒരു കളി എന്ന് വെച്ചാൽ. മനസ്സ് എവിടേക്കോ അർത്ഥമില്ലാത്ത കുറേ കാര്യങ്ങളുമായിട്ട് നമ്മളെ സമ്പർക്കം പുലർത്താനായിട്ട് നടക്കുകയാണ്. അതേസമയം ഇതിലേക്ക് നമ്മൾ ഒരു നിമിഷം ചേർന്നിരുന്നാൽ ഇതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നതൊന്നും തന്നെ നമ്മൾ മറ്റുള്ളതുമായിട്ട് മറ്റുള്ളതും എന്ത് ചെയ്തുകൊണ്ടും നമ്മൾ കളയാൻ ശ്രമിക്കില്ല. അതൊരു ഭക്ഷണമാവട്ടെ, അതൊരു യൂട്യൂബിലെ വീഡിയോ ആവട്ടെ, എന്ത് നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു കാര്യവും നമ്മൾ ഇവിടെ ഉള്ളിൽ ശാന്തിയും സമാധാനവും പരമാനന്ദവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ കളയാൻ ശ്രമിക്കില്ല. പല ആളുകളും ആധ്യാത്മികതയിൽ ഇറങ്ങിയിട്ട് എന്തൊരു ബുദ്ധിമുട്ട് പോലെ, അവർക്ക് മുന്നോട്ട് പോകാനൊരു പ്രയാസം പോലെ അവർ ചെയ്യുന്നത്, ഈ ഗുരു ഗണപതിയെ കാണുമെന്ന് പറയുന്നു, ഇയാൾ വന്നിട്ട് യാഗം നടത്തുന്നു, ഇതൊക്കെ ശരിയാണോ അങ്ങേന്ന് എന്നോട് ചോദിക്കുന്നവരുണ്ട്. അവർ പ്രയാസത്തിലാണ്, അവർ പിടിമുറുക്കത്തിലാണ്, അങ്ങനെ പലയിടത്തും അലഞ്ഞു നടക്കുന്നവർ. അവർക്കൊരു സാധ്യതയെ അവരനുഭവിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പ് അവർക്കില്ല. അവർ മൗനത്തിലോ ഉയർന്ന ക്രമീകരണത്തിലേക്കോ സന്യാസത്തിലേക്കോ ഒന്നും അവർക്ക് തിരിയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഉള്ളിലെ ആ അനുഭൂതി ഇല്ലാതെ നമുക്ക് ചുറ്റുപാടിൽ കാണുന്നതെല്ലാം തന്നെ ശരിയല്ലാതായി വരും. പലർക്കും ഈ ബുദ്ധിമുട്ടാണ് അവരെ ആധ്യാത്മിക സന്യാസത്തിലേക്കോ അല്ലെങ്കിൽ പലതിലേക്കോ ഇറക്കാൻ മടിക്കുന്നത്. നോക്കൂ, ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കയറുമ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുന്ന ചില ആളുകൾ എന്നോട് പറയും, ഗുരുജി, ഹസ്ബൻഡും വൈഫുമാണ്, ഇവൻ ബാത്റൂമിൽ പോയിട്ടൊന്ന് ഇറങ്ങി വന്നാൽ പോലും എനിക്ക് ആ വൈബ്രേഷൻ പിടിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഫുഡിൻ്റെ അടുത്തേക്കും അതിൻ്റെ വൈബ്രേഷൻ അറിയുന്നു. നമുക്ക് ഊർജ്ജത്തെ അറിയാൻ പറ്റും. നമ്മൾ 84 അപ്പുറത്തേക്ക് മറികടന്നു കഴിഞ്ഞാൽ പുറമേ കാണുന്ന നമ്മളൊരു ശരീരമാണ്, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സാധ്യതയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സൃഷ്ടിയുടെ ഒരു വിസ്മയമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. 108 മറികടക്കലിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ജീവ ഊർജത്തിനെ അഴിവെഴുത്തുവാനും ഇതിനുള്ളിലെ ആ ഒരു പരമാനന്ദത്തെ, അല്ലെ ആ പരമമായിരിക്കുന്ന ശാന്തിയുടെ അവസ്ഥയെ അനുഭവിച്ചറിയുവാനുമായിട്ടുള്ള ഒരു ശ്രമമാണ് സന്യാസം. അത് ആദ്യ സമയത്ത് ഒരു ടേസ്റ്റ് കിട്ടും. ആ ടേസ്റ്റിൽ ഉറയ്ക്കുവാനായിട്ടുള്ള ആ ഈശ്വരീയ പാതയിൽ, ആ സാമീപ്യത്തിൽ എത്തിക്കൊണ്ട് നമ്മുടെ തിയറി എന്താ? ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ഈശ്വരനാവുക എന്നുള്ളതാണ്, ശിവനാവുക എന്നുള്ളതാണ്. ശിവൻ ഇതിനകത്തിരിക്കുന്ന സ്വരൂപമാണ്. ആ സ്വരൂപത്തെ നമ്മൾ കണ്ടെത്തുക. അതിനെ എവിടാണ് തടയുന്നത്? നമ്മൾ ഭൂമിയിൽ ആകാശത്തുനിന്ന് പൊട്ടി വന്നവരല്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു മണൽത്തരി പോലെ, അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ പോലെ, ഒരു പട്ടിയെ പോലെ, ഒരു പൂച്ചയെ പോലെ ഒക്കെ തന്നെ ഒരു ജീവനാണിത്. ഈ ജീവന് വേറൊരു ഡയമെൻഷനുണ്ട്. ആ ഡയമെൻഷനിലേക്ക് പോകാനായിട്ട് ഇത് ജന്മജന്മാന്തരം ചെയ്തിരിക്കുന്ന പ്രാരാബ്ധമുണ്ട്. ഈ മനസ്സ് മായയാണ്. ഈ മായയെ എന്ത് ചെയ്യണം? നമ്മൾ പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള എല്ലാ ക്രമീകരണത്തിലൂടെ അവരുമായിട്ടുള്ള എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് എത്തണം. അപ്പം
പ്രാരാബ്ധത്തെ നാം മറികടക്കുവാനായിട്ട് ചിലവർ ഓം നമഃ ശിവായ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പം പറ ഗുരുജി അങ്ങ് എനിക്ക് എൻ്റെ വണ്ടി പോയി ഇടിക്കുന്നു, എൻ്റെ പലതും എനിക്ക് അവിടെ പോയി സംഭവിക്കുന്നു, എൻ്റെ വീട്ടുകാരെന്നോട് അടിയിടുന്നു, വഴക്കിടുന്നു, എനിക്കറിയില്ല, ഞാൻ സദാസമയം നമഃശിവായ മന്ത്രം ജപിക്കുന്നു, ശിവൻ എനിക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങ് എനിക്ക് നമഃശിവായ മന്ത്രം ഉപദേശം നൽകി, എന്നിട്ടും എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്ക് തൃപ്തിയുണ്ട്, ഒന്നിനെ ഞാൻ അറിയുന്നില്ല, പക്ഷേ ചുറ്റുപാടിൽ നിന്നല്ല ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന്. നോക്കൂ, ശിവമന്ത്രം ജപിച്ചാലോ ഓം നമഃ ശിവായ മന്ത്രം ജപിച്ചാലോ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ വന്നിരുന്ന് സാധന ചെയ്താലോ ഒരു വ്യക്തിക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ആയുസ്സെന്ന് ചിന്തിക്കുക. അയാൾ അത് അറിയുകയും ചെയ്തു. അയാൾ അറിഞ്ഞാൽ എന്ത് ചെയ്യും? അയാൾക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുവാനായി നോക്കും. അതേപോലെ തന്നെ ജീവ ഊർജം വർദ്ധിക്കുമ്പോൾ സഞ്ചിതത്തിന് നല്ല രീതിയിൽ അറിയാം. സഞ്ചിതം എന്ത് ചെയ്യും? പെട്ടെന്ന് കത്തിക്കും പലതിനെ. അപ്പോൾ പ്രയാസങ്ങൾ വരികയും ഈ മനസ്സിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അത് ചുറ്റുപാടിൽ നിന്ന് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പഞ്ചഭൂതങ്ങൾക്കൊട്ടും ഇഷ്ടമല്ല, മായയ്ക്കൊട്ടും ഇഷ്ടമല്ല നിങ്ങളെ വിട്ടുതരാനായിട്ട്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാവില്ല ആ സമയത്ത് അത് മായയാന്നുള്ളത്. പക്ഷേ ഓം നമഃ ശിവായ മന്ത്രത്തിന് അത് സന്യാസ മന്ത്രമാണ്. നിങ്ങൾ ഇനിയും ഇവിടെ ഒരു കർമ്മത്തെ നിങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ഇത് പറയുമ്പോഴും എത്രത്തോളം വിവേകത്തോടെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ സന്യാസം എന്ന് പറയുന്നത് ഉയർന്നതാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാലും അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന, നമ്മുടെ ജീവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു തൃപ്തിയെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ആനന്ദമായി തീരുവാനായുള്ള ഒന്നാണ് സന്യാസ മാർഗം. അത് അനുഭവിച്ചവരാണ് കൂടുതലും. ഇതൊക്കെ പറയുന്നുണ്ട്, ഇതൊരു തിയറി അല്ല, ഇതൊരു ഫിലോസഫി അല്ല, നാളെ തൊട്ട് നിങ്ങൾ വന്നിരുന്ന് കണ്ണടച്ച് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നതല്ല. ഗുരു എന്ന് പറയുന്നത് സാധ്യതയാണ്. അതിനോട് ഭക്തിയും അത് പറയുന്നതിനുള്ള ആ ഒരു അച്ചടക്കവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അനുഭവത്തിലിരിക്കാൻ പറ്റും. അനുഭവം നിങ്ങൾക്ക് സ്ഥിരതയെത്തും. ആ സ്ഥിരതയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറച്ച് ശിവനായിത്തീരും. അതാണ് അതിൻ്റെ മാർഗവും. നമസ്കാരം.